ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂക്കാരിയോട്ടിക് സെല്ലിലെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ പ്ലാസ്മ മെംബ്രെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ നമ്മൾ ആദ്യം നോക്കുന്നത് ഡിഫറെൻറ്റ് തിയറീസ് ഓൺ മെംബ്രെയിൻ സ്ട്രക്ചേഴ്സ്. അതായത് നമ്മുടെ മെംബ്രെയിൻ സ്ട്രക്ചേഴ്സ്, പ്ലാസ്മ മെംബ്രെയിൻ്റെ കോമ്പോസിഷനും അതിൻ്റെ സ്ട്രക്ചറും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ഡിഫറെൻറ്റ് മോഡൽസ് ഡിഫറെൻറ്റ് സയൻറ്റിസ്റ്റുമാർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം പ്രപ്പോസ് ചെയ്ത ഒരു മോഡലാണ് ഓവർടണിൻ്റെ 1902 അദ്ദേഹം പറഞ്ഞു നമ്മുടെ മെംബ്രെയിൻ ഉണ്ടാക്കിയേക്കുന്നത് ലിപ്പിഡ്സ് വെച്ചിട്ടാണ്. അതായത് ലിപ്പിഡ്സ് കൊണ്ടാണ് മെംബ്രെയിൻ സ്ട്രക്ചർ. പക്ഷെ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആ മെംബ്രെയിൻ മോഡലിന് കിട്ടിയില്ല. അതിനുശേഷം നമ്മുടെ 1926 ഗോർട്ടർ ആൻഡ് ഗ്രൻഡൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് വന്നിട്ട് പറഞ്ഞു, രണ്ടുപേരും വന്നിട്ട് പറഞ്ഞു നമ്മുടെ ലിപ്പിഡ്സ് ഹാസ് ദ കപ്പാസിറ്റി ടു ഫോം ലിപ്പിഡ് ബൈലെയർ. അതായത് അതിന് മുമ്പ് വരെ നമ്മുടെ ലിപ്പിഡിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്കറിയാം. ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ ഒരു മാക്രോ മോളിക്യൂൾ ആണ് അല്ലേ. പക്ഷേ ലിപ്പിഡ് സ്ട്രിക്ട്ലി ഒരു മാക്രോ മോളിക്യൂൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് എ മൈക്രോ മോളിക്യൂൾ. പക്ഷേ അതൊരു മാക്രോ മോളിക്യൂളിൽ വരുന്നത് തന്നെ എന്താണ്, നമ്മുടെ ലിപ്പിഡ്സ് വെസിക്കിൾ സ്ഫെറിക്കൽ ആയിട്ടുള്ള എന്ത് ഫോം ചെയ്യുന്നുണ്ട്, വെസിക്കിൾ സ്ട്രക്ചർ ഫോം ചെയ്താണ് മിസെല്ലാർ സ്ട്രക്ചർ അല്ലേ. സോ ഈ മിസെല്ലാർ സ്ട്രക്ചറിന് പുറമെ നമ്മുടെ ലിപ്പിഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബൈലെയർ സ്ട്രക്ചർ ഫോം ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്, ലിപ്പിഡിന് പറ്റുന്നുണ്ടെന്ന് പ്രപ്പോസ് ചെയ്തത് ആരാണ്, ഗോർട്ടർ ആൻഡ് ഗ്രൻഡൽ ആണ്. അതിനുശേഷം 1935 ഡാനില്ലി ആൻഡ് ഡേവ്സൺ എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റ് വന്നിട്ട് പറഞ്ഞു ലിപ്പിഡ് ബൈലെയർ മോഡൽ, ലിപ്പിഡ് ബൈലെയർ കൊണ്ടാണ് നമ്മുടെ മെംബ്രെയിൻ ഉണ്ടാക്കിയേക്കുന്നത്. അതിന് പുറമെ നമ്മുടെ പ്രോട്ടീൻസ് ആർ adhered അല്ലെങ്കിൽ പ്രൊട്രൂഡഡ് ഇൻ ടു ദ ലിക്വിഡ് അക്വസ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ ലിക്വിഡ് അക്വസ് ഇൻ്റർഫേസിൽ പ്രോട്ടീൻസ് അഡ്ഹെയർ ചെയ്യുന്നുണ്ട്. അത് സപ്പോർട്ട് ചെയ്ത അതായത് നമ്മുടെ ലിപ്പോസോംസ്. എന്താ ലിപ്പോസോംസ് എന്ന് പറഞ്ഞാൽ, മിസെല്ലാർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഓൺലി വൺ ടെയിൽ ഈസ് ദെയർ. ഇൻ ദ ലിപ്പോസോംസ് എന്ന് പറഞ്ഞാൽ ഈ 2 ടെയിൽ വെസിക്കുലാർ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുമ്പോഴാണ് നമ്മളതിന് എന്തെന്ന് പറയുന്നത്, ലിപ്പോസോംസ്. Okay, lipid bilayer forms the vesicular structure is called liposomes. ഇങ്ങനെ ഒരു ലിപ്പോസോം സപ്പോർട്ടഡ് ഒരു ലീനിയർ അറേഞ്ച്മെൻ്റ് അല്ല, ലിപ്പോസോം സ്ട്രക്ചർ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആര് വന്നത്, നമ്മുടെ ഡാനില്ലി ആൻഡ് ഡേവ്സൺ പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വന്നൊരു ഇതിനെപ്പറ്റി കൂടുതലായിട്ട് സ്റ്റഡി നടത്തി. അതായത് ലിപ്പിഡ്സ് ലിപ്പോസോം അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്നത്. അതിനകത്ത് പ്രോട്ടീൻസും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്നൊരു മോഡൽ, ദാറ്റ് ഈസ് ദ യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ. ഇത് കുറച്ചും കൂടെ എന്ത് ചെയ്തു, നമ്മുടെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുത്തു. അതായത് എന്താ യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ എന്ന് പറഞ്ഞാൽ, ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് റെയിൽവേ ട്രാക്ക് മോഡൽ. എന്താ റെയിൽവേ ട്രാക്ക് മോഡൽ എന്ന് ഉദ്ദേശിച്ചത്, അതായത് നമ്മുടെ യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ, ഇറ്റ് ഹാസ് എ യൂണിറ്റ് മെംബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് പ്രോട്ടീൻ, ലിപ്പിഡ്സ് ആൻഡ് അഗെയിൻ പ്രോട്ടീൻ. അതായത് നമ്മുടെ പ്രോട്ടീൻസ് സാൻഡ്വിച്ച് ചെയ്തേക്കുക എന്തിനെ, നമ്മുടെ ലിപ്പിഡ് ബൈലെയേഴ്സിനെ. ഇത് ആസ് എ ടോട്ടൽ ഒരു യൂണിറ്റ് മെംബ്രെയിൻ ആയിട്ട് നിൽക്കും. ഇങ്ങനൊരു സ്ട്രക്ചറാണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞതാണ് എന്ത്, യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ. ഓക്കെ, അതായത് ഒരു റെയിൽവേ ട്രാക്ക് മോഡൽ എന്ന് പറയാൻ കാരണം ഈ പ്രോട്ടീൻസിന് ഒരു ഡാർക്ക് കളേർഡും പ്രോട്ടീൻസ് ഡാർക്ക് ലൈറ്റ് ഡാർക്ക്. സോ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ മോഡലിലാണ് ഏത് പറഞ്ഞത്, നമ്മുടെ യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ റോബർട്ട്സൺ ഇൻ 1959. ഓക്കെ, അടുത്ത് നോക്കിക്കേടാ നമ്മുടെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് അധികം ബയോളജിസ്റ്റിന് കൺവീനിയൻ്റ് ആയിട്ട് 1972 നമ്മുടെ സിംഗർ ആൻഡ് നിക്കോൾസൺ പ്രപ്പോസ് ചെയ്ത മോഡലാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ആ പേരിൽ നിന്ന് തന്നെ അറിയാം, പ്ലാസ്മ മെംബ്രെയിൻ ഹാസ് എ ഫ്ലൂയിഡ് നേച്ചർ. ഇറ്റ് ഹാസ് എ മൊസൈക്ക് അറേഞ്ച്മെൻറ്റ്. എന്താ ഫ്ലൂയിഡ് നേച്ചറും മൊസൈക്ക് അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിൽ സിംഗർ ആൻഡ് നിക്കോൾസൺ പറഞ്ഞത് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കി വെക്കുന്നത് ലിപ്പിഡ് ബൈലെയേഴ്സ് കൊണ്ടാണ്. അതായത് എന്താണ്, ലിപ്പിഡ് ബൈലെയേഴ്സ് കൊണ്ടാണ് എന്തുണ്ടാക്കി വെക്കുന്നത്, നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ലിപ്പിഡ് ബൈലെയർ ഈസ് നോട്ട് എ സ്റ്റാറ്റിക്. ഇത് റിജിഡ് അല്ല, സ്റ്റാറ്റിക്കൽ. ഇറ്റ് ഈസ് ഓൾവേസ് ഡൈനമിക് ഇൻ നേച്ചർ. ഇത് എപ്പോഴും മൂവ് ചെയ്യുന്നുണ്ട്.
ഒരു ഫ്ലൂയിഡ് നേച്ചറായിട്ട്, ഒരു കോസി ഫ്ലൂയിഡ് നേച്ചറിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും മൂവ്മെൻ്റ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ സെൽ മെംബ്രെയിനിലൂടെ ഇതെന്താണ്, സൊല്യൂട്ട്സിനെയൊക്കെ കെമിക്കൽസിനെയൊക്കെ പാസ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലിപ്പിഡ് ബൈലെയേഴ്സ് ഒരു കോസി ഫ്ലൂയിഡ് നേച്ചറിൽ ഓൾവേസ് എന്താണ്, മൂവിങ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ നമ്മുടെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിൽ എന്താ പറയുന്നത്? ദ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് കമ്പോസ്ഡ് ഓഫ് ലിപ്പിഡ് ബൈലെയേഴ്സ് ആൻഡ് മെംബ്രെയിൻ പ്രോട്ടീൻസ്. ഓക്കെ, ഒരു മൊസൈക്ക് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മൊസൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്പിഡ് ബൈലെയർ ഇരിപ്പുകൊണ്ട് അതിനകത്ത് ഇങ്ങനെ പ്രോട്ടീൻസ് എടുത്ത് അടുക്കി വെച്ചേക്കുന്നത്. അങ്ങനെ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൊസൈക്ക് അറേഞ്ച്മെന്റ്. അങ്ങനെ ഒരു മൊസൈക്ക് അറേഞ്ച്മെന്റിലാണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ കാണുന്നതെന്ന് ആര് പ്രപ്പോസ് ചെയ്തത്? നമ്മുടെ സിംഗർ ആൻഡ് നിക്കോൾസന്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. നോൺ കോവാലന്റ് ഇന്ററാക്ഷൻസ് ആണ് എന്തിന് കാരണം? അതായത് കോവാലന്റ് ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഇന്ററാക്ഷൻ ആണ് അല്ലേ? പക്ഷേ നമ്മുടെ നോൺ കോവാലന്റ് ഇന്ററാക്ഷൻ, ഹൈഡ്രോഫോബിക്, വാണ്ടർവാൾ പോലെയുള്ള നോൺ കോവാലന്റ് ഇന്ററാക്ഷൻസ് വരുമ്പോൾ അത്രയും സ്ട്രോങ് അല്ല. അതുകൊണ്ട് അതിനെന്ത് ചെയ്യാൻ പറ്റുന്നത്? കുറച്ചും കൂടെ ഫ്ലൂയിഡ് നേച്ചർ കാണിച്ച് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഇന്റർകലേറ്റഡ് ഇൻ ടു ദ കണ്ടിന്യൂസ് ലിപ്പിഡ് ബൈലെയർ, നമ്മുടെ പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർകലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ മെംബ്രെയിൻ ഇടയ്ക്കൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിപ്പുണ്ട് എന്ത്? പ്രോട്ടീൻസ്. ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മുടെ ഈ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രപ്പോസ് ചെയ്ത കീ കോൺസെപ്റ്റ്സ് ആണ് ലിപ്പിഡ്സിൻ്റെ സ്ട്രക്ചർ, ലിപ്പിഡ്സിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോറേജ് ആണ്. മേജർ മെംബ്രെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് എന്താണ്? ലിപ്പിഡ് ബൈലെയേഴ്സ് ആണ്. പിന്നെ എന്തൊക്കെ അതർ ഫങ്ഷൻസ് എന്തൊക്കെയാ? സിഗ്നലിങ്ങിന് സഹായിക്കും, ഇലക്ട്രോൺ ക്യാരിയിങ്ങിന് സഹായിക്കും, ഇമൽസിഫയിങ് ഏജന്റ് ആണ്. നമ്മുടെ മെംബ്രെയിൻ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ ആംഫിപതിക്ക. എന്താ ആംഫിപതിക്ക എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ ലിപ്പിഡിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് അല്ലേ? ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ഹൈഡ്രോകാർബൺ ചെയിൻസ് ഓഫ് ഫാറ്റി ആസിഡ്. അതിലെ ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ, സോ നമ്മുടെ ലിപ്പിഡ് കൺസിസ്റ്റ് ഓഫ് ഒരു ഹെഡ് ഗ്രൂപ്പ് ഉണ്ട്. ഈ ഹെഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പോളാർ നേച്ചർ ആണ്. ദിസ് ഈസ് ഹൈഡ്രോഫിലിക് ആണ്. ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ വാട്ടർ ലവിങ് ആയിട്ടുള്ള ഹൈഡ്രോഫിലിക് ഗ്രൂപ്പാണ് നമ്മുടെ ഹെഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഗ്ലിസറോൾ ഓർ എനി ടൈപ്പ് ഓഫ് ആൽക്കഹോൾ. ഏതെങ്കിലും ഒരു ആൽക്കഹോളോ ഗ്ലിസറോളോ കാണും, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണും, പിന്നെ ഈ ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ആൽക്കഹോൾ ഗ്രൂപ്പ് കാണും. അപ്പോൾ ഇത്രയും ഗ്രൂപ്പ്സ് ചേർന്നതാണ് നമ്മുടെ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള പോളാർ ഹെഡ് ഗ്രൂപ്പ്. ഈ ടെയിൽ ഗ്രൂപ്പ്, ഈ രണ്ട് ടെയിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാറ്റി ആസിഡ് ചെയിൻസ് ആണ്. ഈ ഫാറ്റി ആസിഡ് ചെയിൻസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫോബിക്, ഇത് വാട്ടർ ഹേറ്റിംഗ് ആയിട്ടുള്ള എന്ത് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത്? ഈ ഫാറ്റി ആസിഡ് ടെയിൽ. സോ ഇതാണ് ഒരു ലിപ്പിഡ് ബൈലെയറിൻ്റെ സ്ട്രക്ചർ. ലിപ്പിഡ് ബൈലെയർ കൺസിസ്റ്റ് ഓഫ് എ ഹെഡ് ഗ്രൂപ്പ് ആൻഡ് എ ടെയിൽ ഗ്രൂപ്പ്. എത്ര ടെയിൽ ഗ്രൂപ്പ് ഉണ്ട്? 2 ടെയിൽ ഗ്രൂപ്പ് ഉണ്ട്. ഹെഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? ഗ്ലിസറോള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൽക്കഹോള് അല്ലെങ്കിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തൊരു ആൽക്കഹോൾ ഗ്രൂപ്പ്. ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാറ്റി ആസിഡ് ആണ്, വിച്ച് ഈസ് ഹൈഡ്രോഫോബിക് ഇൻ നേച്ചർ. സോ ഈ ഒരു ലിപ്പിഡ് ബൈലെയേർഡ് സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് ബോത്ത് ഹൈഡ്രോഫിലിക് ആൻഡ് ഹൈഡ്രോഫോബിക് ഗ്രൂപ്പ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിച്ചത്? ദ ആംഫിപതിക് ആണെന്ന് പറഞ്ഞത് അല്ലേ? എന്താണ്? മെംബ്രെയിൻ ലിപ്പിഡ്സ് എന്താണ്? ആംഫിപതിക് ആണ്. സോ 2 ടൈപ്പ് ലിപ്പിഡ്സ് കാണും. എന്തൊക്കെയാ? ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ്സ് കാണും. ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്ലിസറോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൽക്കഹോൾ എന്ന് പറഞ്ഞല്ലേ. ആ ഗ്ലിസറോൾ ആണ് അവിടുത്തെ ആൽക്കഹോൾ ഗ്രൂപ്പ് എങ്കിൽ അതിൻ്റെ കൂടെ 2 ഫാറ്റി അസൈൽ ടെയിലും ആണുള്ളതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ്സ്. അതായത് അവിടുത്തെ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഗ്ലിസറോളാണ് അല്ലേ? ഇനി അടുത്ത് നോക്കിക്കേ, സ്ഫിങ്കോലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഫിങ്കോസിനാണ് നമ്മുടെ ഗ്ലിസറോളിന് പകരം ഉള്ളതെങ്കിൽ സ്ഫിങ്കോ ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഡിഫറൻസ് അല്ലെങ്കിൽ സ്ഫിങ്കോസിൻ എന്ന് പറഞ്ഞാൽ ഒരു അമിനോ ആൽക്കഹോൾ ആണ്. അമിനോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ആൽക്കഹോൾ ആണ് എന്തെന്ന് പറയുന്നത്? സ്ഫിങ്കോസിൻ. ഈ സ്ഫിങ്കോസിനാണ് നമ്മുടെ ഗ്ലിസറോളിന് പകരം ഉള്ളതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സ്ഫിങ്കോലിപ്പിഡ്സ്.
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിപ്പിഡ്സ്, അതായത് ലിപ്പിഡ് ബൈലെയറിൽ കാണുന്ന ടൈപ്സ് ഓഫ് ലിപ്പിഡ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ്സും സ്ഫിംഗോലിപ്പിഡ്സും. ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ്സിൽ ഗ്ലിസറോൾ ആണ് ആൽക്കഹോൾ ഗ്രൂപ്പ് എങ്കിൽ സ്ഫിംഗോ ഫോസ്ഫോലിപ്പിഡ്സിൽ സ്ഫിംഗോസിനാണ് ആൽക്കഹോളിക് ഗ്രൂപ്പ്. അതുപോലെ ഗ്ലൈക്കോ സ്ഫിംഗോലിപ്പിഡ്സ്, ഫോസ്ഫോൽ സ്ഫിംഗോലിപ്പിഡ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ എന്താ സ്ഫിംഗോ മൈലിൻസ് ആയിരിക്കും ആൽക്കഹോളിന് പകരം സെറിബ്രോസൈറ്റ്സ്, ഗാംഗ്ലിയോസൈറ്റ്സ്. ഇതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ കൊളൈൻ. കൊളൈൻ ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത്. ഏതാണ് കൊളൈൻ? മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്ന നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിൽ മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ് ആണ് എന്ത്? കൊളൈൻ. ഓക്കെ, അടുത്ത നോക്കിക്കേ കൊളസ്ട്രോൾ. അതായത് നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു, നമ്മുടെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രപ്പോസ് ചെയ്തത് പ്രകാരം നമ്മുടെ ലിപ്പിഡ്സ് അല്ലെങ്കിൽ ലിപ്പിഡ്സ് ബൈലെയേർഡ് സ്ട്രക്ചറായിട്ട് കാണും. അതിനകത്ത് ഇൻ്റർകലേറ്റ് ചെയ്ത് കുറേ മെംബ്രെയിൻ പ്രോട്ടീൻസ് ഉണ്ട്. അതിന് പുറമെ എന്തുണ്ടടാ? കുറച്ച് സ്റ്റിറോൾ കണ്ടെയ്നിങ് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള കൊളസ്ട്രോൾ ഉണ്ട്. ഈ കൊളസ്ട്രോളിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെംബ്രെയിൻ്റെ ഫ്ലൂയിഡിറ്റി, അതായത് ഫ്ലൂയിഡിറ്റിയെ ബഫർ ചെയ്യുക എന്നുള്ളതാണ്. ബഫറിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് റെസിസ്റ്റ് അല്ലെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ആ ഒരു ഫ്ലൂയിഡിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് ആണ് എന്തെന്ന് പറയുന്നത്? കൊളസ്ട്രോൾ ഗ്രൂപ്പ്. ഈ കൊളസ്ട്രോൾ ഗ്രൂപ്പ് ആനിമൽസിന് മാത്രമേ എന്തുള്ളൂ? കൊളസ്ട്രോൾ ഉള്ളൂ. പ്ലാന്റ് സെൽസിന് കൊളസ്ട്രോൾ ഗ്രൂപ്പ് ഇല്ല. പക്ഷെ അതിന് പകരമായിട്ട് വേറെ സ്റ്റിറോൾ കോമ്പൗണ്ട്സ് ആയിട്ടുള്ള സ്റ്റിഗ്മാസ്റ്റിറോളും സൈറ്റോസ്റ്റിറോളൊക്കെ ഇവിടെ ഉണ്ട്, പ്ലാന്റ് സെൽസിലുണ്ട്. അപ്പോൾ കൊളസ്ട്രോളിൻ്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതുക? ഇറ്റ് ബഫേഴ്സ് ദ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി. ഇറ്റ് ബഫേഴ്സ് ദ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി. ഓക്കെ, ഈ കൊളസ്ട്രോൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊളസ്ട്രോൾ നമ്മുടെ ലിപ്പിഡ് ബൈലെയേഴ്സിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് എന്ത് കിടക്കുന്നുണ്ട്? നമ്മുടെ കൊളസ്ട്രോൾ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അടുത്ത ബയോളജിക്കൽ മെംബ്രെയിൻസിൻ്റെ പ്രത്യേകത നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താ ബയോളജിക്കൽ മെംബ്രെയിൻ? അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ. ഈ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ലിപ്പിഡ് ബൈലെയേർഡ് സ്ട്രക്ചർ ആണ്. ഈ ലിപ്പിഡ് ബൈലെയേർഡ് സ്ട്രക്ചറിന് ഒരു പോളാർ ഹെഡ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു നോൺ പോളാർ ടെയിൽ ഗ്രൂപ്പ് ഉണ്ട്, വിച്ച് ഈസ് ഹൈഡ്രോഫോബിക് ഇൻ നേച്ചർ അല്ലേ? ഈ ഹൈഡ്രോഫോബിക്, ഈ ഒരു ഫ്ലൂയിഡിറ്റി, ഹൈഡ്രോഫിലിക്കും ഹൈഡ്രോഫോബിക് നേച്ചറാണ് ഇതിനൊരു ഫ്ലൂയിഡിറ്റി കൊടുക്കുന്നത്, അതായത് ഈ ആംഫിപ്പതിക് നേച്ചർ. ഈ ആംഫിപ്പതിക് നേച്ചർ കാരണം നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ ഒരു ഫ്ലൂയിഡിറ്റി ഉണ്ട്. ഈ ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞു? നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിനാണ്. അപ്പോൾ ഈ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ഇറ്റ് സെലക്റ്റീവ്ലി എന്താണ്? അലോ ദ ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ്. സെലക്റ്റീവായിട്ട് മാത്രമേ നമ്മുടെ മോളിക്യൂൾസ് പ്ലാസ്മ മെംബ്രെയിനിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റിയും ലിപ്പിഡ് അസിമെട്രി എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നോൺ കോവാലൻ്റ് അസംബ്ലി, നോൺ കോവാലൻ്റ് ഇൻ്ററാക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഫ്ലൂയിഡ് നേച്ചർ കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിന്. Proteins and lipids do not rotate across the membrane, flip-flop. അപ്പോൾ ആ ഒരു ഫ്ലിപ്പേസ് ഫ്ലോപ്പേസ് മെക്കാനിസം ഒക്കെ എവിടെ ഉണ്ട്? നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിലുണ്ട്. ഓക്കെ, നോക്കിക്കേടാ ആംഫിപ്പതിക് നേച്ചർ ഓഫ് മെംബ്രെയിൻ ലിപ്പിഡ്സ്. അപ്പം നമ്മൾ പറഞ്ഞു പോളാർ ഹെഡ് ഗ്രൂപ്പ് ഉണ്ട്, നോൺ പോളാർ ടെയിൽ ഗ്രൂപ്പ് ഉണ്ട്. ഈ പോളാർ ഹെഡ് ഗ്രൂപ്പാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ വാട്ടർ അക്വസ് അല്ലെങ്കിൽ വാട്ടർ കണ്ടെയ്നിങ് അല്ലെങ്കിൽ അക്വസ് ഇൻ്റർഫേസുമായിട്ട് എക്സ്പോസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ പോളാർ ഹെഡ് ഗ്രൂപ്പ്, അതായത് നമ്മുടെ ഹൈഡ്രോ കാർബൺ ഗ്രൂപ്പാണ് നമ്മുടെ അക്വസ് ഇൻ്റർഫേസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യുന്നത്. ഈ നോൺ പോളാർ ഗ്രൂപ്പാണ് എന്ത് ചെയ്യുന്നത്? അത് ഹൈഡ്രോഫോബിക് ആണ്. അത് ഇന്നർ സ്പേസിലിരിക്കുക, അതായത് നമ്മുടെ അത് ആരുമായിട്ട്? നമ്മുടെ ടെയിലും അല്ലേ, ടെയിൽ ടു ടെയിൽ കണക്ഷനാണ്. സോ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ടെയിൽ ടു ടെയിൽ ആയിട്ട് ലിപ്പിഡ് ബൈലെയറിൽ എന്ത് ചെയ്തേക്കുന്നത്? അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കേടാ ഹൈഡ്രോഫോബിക് എഫക്റ്റ് പ്രൊവൈഡ്സ് ദ മേജർ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ലിപ്പിഡ് ബൈലെയേഴ്സ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ലിപ്പിഡിൻ്റെ പോളാർ ഹെഡ് ഗ്രൂപ്പ് ഉണ്ട്,
ഫാറ്റി ആസിഡ് പോളാർ ടെയിൽ ഗ്രൂപ്പ് ഉണ്ട്. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇവർ തമ്മിലുള്ള ഈ ഇൻ്ററാക്ഷൻ ആണ് ഹൈഡ്രോഫോബിക് എഫക്റ്റ്. ഈ ഹൈഡ്രോഫോബിക് എഫക്റ്റ് ആണ് നമ്മുടെ ലിപ്പിഡ് ബൈലെയർ ഫോം ചെയ്യുന്നതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താ പറഞ്ഞത്, സെലക്റ്റീവായിട്ട് പെർമിയബിൾ ആവും എന്ന് പറഞ്ഞല്ലേ. അപ്പം ഈ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള മോളിക്യൂൾസിന് അല്ലെങ്കിൽ നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസിന് ഇത് എന്ത് ചെയ്യും, കടത്തിവിടും, ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ ചാർജ്ഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് അയോൺസിന് ഒരിക്കലും ഇറ്റ് ഈസ് ഹൈലി ഇംപെർമിയബിളാണ്. നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസിന് ഹൈലി ഇംപെർമിയബിളാണ്. ഓക്കെ, പിന്നെ അൺചാർജ്ഡ് ആയിട്ടുള്ള പോളാർ മോളിക്യൂൾസിനെ കടത്തിവിടും, നമ്മുടെ വാട്ടറൊക്കെ പോലെയുള്ള മോളിക്യൂൾസിനെ കടത്തിവിടും. പക്ഷെ അൺചാർജ്ഡ് ആയിട്ടുള്ള പോളാർ മോളിക്യൂൾസിന് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, പെർമിറ്റ് ചെയ്യത്തില്ല. ഓക്കെ ആണേ. ഇതാണ് നമ്മുടെ മിസെല്ലാർ സ്ട്രക്ചർ. എന്താ മിസെല്ലാർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ് ഗ്രൂപ്പും ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഒരു ടെയിൽ ഗ്രൂപ്പും വരുന്നതാണ് എന്ത്, നമ്മുടെ മിസെല്ലാർ സ്ട്രക്ചർ. ഇതെന്താ, ഇതാണ് നമ്മുടെ ലിപ്പിഡ് ബൈലെയർ. ലിപ്പിഡ് ബൈലെയർ ഹാസ് എ ഹൈഡ്രോഫിലിക് ഹെഡ് ആൻഡ് 2 ഹൈഡ്രോഫോബിക് ടെയിൽ. ഓക്കെ, ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതാണ് എന്ത്, ലിപ്പിഡ് ബൈലെയർഡ് സ്ട്രക്ചർ. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് ലിപ്പോസോം. ലിപ്പോസോമിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ലിപ്പോസോം കണ്ടെയ്ൻസ് ദ ലിപ്പിഡ് ബൈലെയർഡ് സ്ട്രക്ചർ അല്ലേ. ലിപ്പിഡ് ബൈലെയർഡ് ആണ്. അപ്പോൾ ലിപ്പിഡ് ബൈലെയർഡ് ആകുമ്പോൾ നമ്മുടെ മെംബ്രെയിനിൽ കൂടെ എന്ത് ചെയ്യും, എളുപ്പത്തിൽ കടന്നു പോകും. അതായത് നമുക്ക് ഡ്രഗ് ഒക്കെ ടാർഗറ്റഡ് ആയിട്ട് ഡ്രഗ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഡ്രഗ് ഡെലിവറിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, ലിപ്പോസോം മീഡിയേറ്റഡ് ഡ്രഗ് ഡെലിവറി. എന്താ ലിപ്പോസോംസ് എന്ന് പറഞ്ഞാൽ, ഇതാ ഈ ഫിഗർ ഒന്ന് നോക്കിക്കേ. ലിപ്പോസോംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്പിഡ് ബൈലെയർഡ് ഇതുപോലെ വെസിക്കുലാർ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ സ്ഫെറിക്കൽ സ്ട്രക്ചറിൽ അറേഞ്ച് ചെയ്തേക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്. ഇവിടെ വരും, ഇവിടെ ആണ് ഹെഡ് ഗ്രൂപ്പ് വരിക അല്ലേ. ഇതിൻ്റെയും ഇവിടെ ഹെഡ് ഗ്രൂപ്പ് വരും. ഹെഡ് ഗ്രൂപ്പ് ഓൾവേസ് എന്ത് ചെയ്യുന്നുണ്ട്, അക്വസ് ഇൻ്റർഫേസുമായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്. എക്സ്പോസ് ചെയ്യുന്നത് നമ്മുടെ ഹെഡ് ഗ്രൂപ്പാണ്. പോളാർ ആയിട്ടുള്ള ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ് ഗ്രൂപ്പാണ് എന്ത് ചെയ്യുന്നത്, എപ്പോഴും അക്വസ് ഇൻ്റർഫേസുമായിട്ട് കോണ്ടാക്റ്റിൽ വരിക അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യുക. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, ലിപ്പോസോമിൻ്റെ സ്ട്രക്ചർ. ഇനി അടുത്ത് നോക്കിക്കേ, മെംബ്രെയിൻ ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്, ഹൈലി സെലക്റ്റീവ് പെർമിയബിലിറ്റി ബാരിയേഴ്സ് ആണ്. എല്ലാ മോളിക്യൂൾസിനെയും എന്ത് ചെയ്യത്തില്ല, ആ മെംബ്രെയിനിലൂടെ കടത്തിവിടത്തില്ല. സെലക്റ്റീവായിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പെർമിയബിൾ ആക്കത്തുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു എന്താണ്, ചാർജ്ഡ് മോളിക്യൂൾസ് എന്ന് ഈ പറഞ്ഞ കണക്ക് അയോൺസിന് Na+K+ അയോൺസിനെയൊക്കെ ഹൈലി ഇംപെർമിയബിൾ ആണ്. അൺചാർജ്ഡ് ആയിട്ടുള്ള പോളാർ മോളിക്യൂൾസിന് H2O യൂറിയൊക്കെ കടത്തിവിടും. പക്ഷേ ചാർജ്ഡ് ആയിട്ടുള്ള പോളാർ മോളിക്യൂൾസിന് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നമ്മുടെ ഗ്ലൂക്കോസിനെയൊക്കെ എന്താണ്, പെർമിയബിൾ അല്ല. നമ്മുടെ എന്തെന്ന് പറയുന്നത്, പ്ലാസ്മ മെംബ്രെയിൻ ഗ്ലൂക്കോസിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് കാരിയർ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് പ്രോട്ടീൻസ് അല്ലെങ്കിൽ മെക്കാനിസം ഒക്കെ ആവശ്യമുണ്ട്. സോ നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈലി സെലക്റ്റീവ് പെർമിയബിൾ ആണ്. ഓക്കെ, ബയോളജിക്കൽ കമ്മ്യൂണിക്കേഷൻ, പ്ലാസ്മ മെംബ്രെയിനകത്ത് കുറേ സർഫസ് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്റേഴ്സ് ATPase, എൻസൈംസ്, അതുപോലെ കുറേ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്റേഴ്സ് ആണ് സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സെൽ ടു സെൽ സിഗ്നലിങ്ങിന് ഒരു മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാ, നമ്മുടെ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിന് സഹായിക്കുന്ന സെൽ മെംബ്രെയിൻസ് ആണ്. നോക്കിക്കേ, ട്രാൻസ്ഡക്ഷൻ, ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ട്രാൻസിഷൻ ഓഫ് എന്താണ്, സിഗ്നൽസ്, നെർവ് ഇമ്പൾസ് പോലെയുള്ള നമ്മുടെ അസറ്റൈൽ കോളിൻ, നെർവ് ഇമ്പൾസ്, ന്യൂറൽ ട്രാൻസ്മിഷനൊക്കെ വേണ്ടിയിട്ടുള്ള സിനാപ്റ്റിക് ക്ലെഫ്റ്റ്, പോസ്റ്റ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് വഴിയൊക്കെ മെസ്സേജ് പാസ് ചെയ്യുന്നത് ഈ സെൽ മെംബ്രെയിൻ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ചിട്ടാണ്. അടുത്ത് നോക്കിക്കേ, എനർജി കൺവേർഷന് സഹായിക്കുന്നുണ്ട്. പിന്നെന്താ, കൺട്രോൾഡ് ബൈ അടുത്ത മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി. മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി നമ്മുടെ മെംബ്രെയിൻ്റെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ സ്ട്രക്ചർ, അതിൻ്റെ ഫങ്ഷൻസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെംബ്രെയിൻ്റെ ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ലിപ്പിഡിൻ്റെ കോമ്പോസിഷനും അവിടെയുള്ള നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ ടെമ്പറേച്ചറും. നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെക്കാട്ടി ലോവർ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും നമ്മുടെ സെൽ മെംബ്രെയിനിൽ ഉണ്ടാവുക. ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ വിളിക്കുന്നത് ട്രാൻസിഷൻ ടെമ്പറേച്ചർ.
ഓക്കെ, എന്താ ലിപ്പിഡ് കോമ്പോസിഷൻ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ലിപ്പിഡ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പോളാർ ഹെഡ് ഗ്രൂപ്പും ഉണ്ട്, ഒരു നോൺ പോളാർ ആയിട്ടുള്ള ടെയിൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ ടെയിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഇതിൽ ഈ ഫാറ്റി ആസിഡിൻ്റെ ചെയിൻ, അതായത് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഹൈഡ്രോ കാർബൺസ് ആണല്ലേ. ഈ ഹൈഡ്രോ കാർബൺസിൻ്റെ ചെയിൻ്റെ ലെങ്ത് കൂടുന്നതും അല്ലെങ്കിൽ അതിനകത്തുള്ള ഡബിൾ ബോണ്ടിൻ്റെ എണ്ണവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതാ നോക്കിക്കേ, നമ്മുടെ ക്ലോസ് പാക്ക് ഹൈഡ്രോ കാർബൺ ചെയിനിലുള്ള ലെങ്ത് ആണെങ്കിൽ ലോ ടെമ്പറേച്ചറിൽ അത് എന്തായിട്ട് മാറും, റിജിഡ് ജെല്ലായിട്ട് മാറും. നമുക്ക് എന്താ വേണ്ടത്, ഒരു ഫ്ലൂയിഡ്, റിജിഡ് ആയിട്ടുള്ളതല്ല, ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള മെംബ്രെയിൻ അല്ല, നമുക്ക് ആവശ്യം ഫ്ലൂയിഡ് ലൈക്ക് ജെൽ ലൈക്ക് ആയിട്ടുള്ള മെംബ്രെയിൻസ് ആണ്. നമ്മുടെ സ്ട്രക്ചറിനും നമ്മുടെ ഫങ്ഷൻസ് സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടത് ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ലോങ്ങർ ദ ചെയിൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും, മോർ സാച്ചുറേറ്റഡ് ഉണ്ടെങ്കിൽ മോർ ഓർഡേർഡ് ആവും, റിജിഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ ലിപ്പിഡ് ബൈലെയർ. അതായത് എന്താ, നമ്മുടെ അൺസാച്ചുറേഷൻ കൂടണം എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടിൻ്റെ എണ്ണം കൂടണം, ചെയിൻ ലോങ് ചെയിൻ ആവണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഫ്ലൂയിഡിറ്റി കൂടും, ഫ്ലൂയിഡിറ്റി ഇൻക്രീസ് ചെയ്യും. അതാണ് ലിപ്പിഡ് കോമ്പോസിഷനിൽ നമുക്ക് പറയാനുള്ളത്. ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ, അതായത് ഒരു മിനിമം ടെമ്പറേച്ചർ, നമ്മുടെ ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മിനിമം ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെക്കാട്ടി ലോവേർഡ് ആണ്. ആ ലോവേർഡ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ പറയുന്നത് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അപ്പം എന്താ നമുക്ക് പറയാം, ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ ലോവർ ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ഡബിൾ ബോണ്ട്സ് കൂട്ടണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. സോ ക്യാരക്ടറിസ്റ്റിക്സ് അറിഞ്ഞിരിക്കുക, മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കുക. മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സാണ് ലിപ്പിഡ് കോമ്പോസിഷൻ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ലിപ്പിഡ്. നോക്കിക്കേ, ഹൈലി ഓർഡേർഡ് പാക്കിംഗ് ഓഫ് ഫാറ്റി ആസിഡ് സൈഡ് ചെയിൻസ് is disrupted by double bonds. With more double bonds, membrane remains fluid at lower temperature. ലോവർ ടെമ്പറേച്ചറിൽ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മെംബ്രെയിൻ്റെ ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നോക്കിക്കേ, നമ്മുടെ ഡബിൾ ബോണ്ടിൻ്റെ എണ്ണം കുറവാണെങ്കിൽ, അതായത് സാച്ചുറേറ്റഡ് ആണെങ്കിൽ, മോർ സാച്ചുറേറ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, അത് ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. അങ്ങനെ ക്ലോസ്ലി പാക്ഡ് ആയിട്ടിരുന്നാൽ ഇതിനൊരു റിജിഡ് സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ അൺസാച്ചുറേഷൻ കൂട്ടിയിട്ട് ടെമ്പറേച്ചർ ലോവർ ചെയ്താൽ ഇതാ നോക്കിക്കേ, ഇങ്ങനെ ബെൻഡ് ചെയ്തുള്ള അല്ലെങ്കിൽ ഇങ്ങനെ റിജിഡ് അല്ലാത്ത ഫ്ലൂയിഡ് നേച്ചറിലുള്ള ബൈലെയേർഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ നമുക്ക് കിട്ടും. സോ ഇത് പറഞ്ഞത്രേ ഉള്ളൂ, മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഈസ് ഡിപ്പെൻഡ് ഓൺ ദ ലിപ്പിഡ് കോമ്പോസിഷൻ ആൻഡ് ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഷുഡ് ബി ലോവേർഡ് ആൻഡ് ദ മോർ അൺസാച്ചുറേറ്റഡ് അല്ലെങ്കിൽ മോർ ഡബിൾ ബോണ്ട് ഫാറ്റി ആസിഡ് ഷുഡ് ബി മെയിൻറ്റെയിൻ ടു മെയിൻറ്റെയിൻ ദ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, റെഗുലേഷൻ ഓഫ് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി നമ്മൾ പറഞ്ഞു, മസ്റ്റ് ഹാവ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ബിലോ ദ ബോഡി ടെമ്പറേച്ചർ ഓഫ് ദ ഓർഗാനിസം. ഓക്കെ, ഇതൊന്നുകൂടെ പറയാണ്. ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് മെംബ്രെയിൻ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തതാരാ, സിംഗർ ആൻഡ് നിക്കോൾസൺ ഇൻ 1972. നമ്മുടെ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ലിപ്പിഡ് ബൈലെയേർഡ്, ഇതാ നോക്കിക്കേ, ലിപ്പിഡ് ബൈലെയേർഡ് സ്ട്രക്ചർ ആണല്ലേ, ലിപ്പിഡ് ബൈലെയേർഡ് സ്ട്രക്ചർ. അതിനകത്ത് പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് പുറമേ നമ്മുടെ കൊളസ്ട്രോൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് അഡ്ഹെയർ ചെയ്യുന്നുണ്ട് അല്ലേ. കൊളസ്ട്രോൾ ഗ്രൂപ്പും ഒക്കെ അഡ്ഹെയർ ചെയ്തിട്ട് നമുക്ക് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ബഫർ ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്, ഈ കൊളസ്ട്രോൾ ഗ്രൂപ്പ് സഹായിക്കുന്നുണ്ട്.
ഓക്കെ, അടുത്തതാണ് മെംബ്രെയിൻ പ്രോട്ടീൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ മെംബ്രെയിൻസിൽ ലിപ്പിഡ് ബൈലെയേർഡ് സ്ട്രക്ചർ, അതിന് പുറമെ നമ്മുടെ ലിപ്പിഡ് അറ്റാച്ച് ചെയ്തിട്ട് കുറേ പ്രോട്ടീൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അതിൽ കാണപ്പെടുന്ന 3 ടൈപ്പ് പ്രോട്ടീൻസ് ആണ് പെരിഫറൽ പ്രോട്ടീൻസ്, ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ്. ആദ്യം നമ്മൾ പഠിക്കുന്നത് പെരിഫറൽ പ്രോട്ടീൻസ്. എന്താ പെരിഫറൽ പ്രോട്ടീൻസ്? അല്ലെങ്കിൽ സർഫസ് പ്രോട്ടീൻസ്. നമ്മുടെ ലിപ്പിഡ് ബൈലെയേർഡ് സ്ട്രക്ചറിൻ്റെ സർഫസിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസ് ആണ്. അതായത് നമ്മുടെ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ് ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന പ്രോട്ടീൻസ് ആണ് പെരിഫറൽ പ്രോട്ടീൻസ് അല്ലെങ്കിൽ സർഫസ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഈസ് ഓഫ് എക്സ്ട്രാക്ഷൻ അല്ലേ. പെരിഫറൽ പ്രോട്ടീൻസ് ആണ് മൈൽഡ് ആയിട്ടുള്ള സോൾട്ട് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈസിലി എക്സ്ട്രാക്ട് ചെയ്യാം ഈ പെരിഫറൽ പ്രോട്ടീൻസിന്. എന്താ അടുത്ത് നോക്കിക്കേ, വാട്ടർ സോലബിൾ ആയിട്ടുള്ള ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് പെരിഫറൽ പ്രോട്ടീൻസ് അല്ലെങ്കിൽ നമ്മുടെ മെംബ്രെയിൻ പ്രോട്ടീൻസ്. ഓക്കെ, അടുത്തതാണ് ഇൻ്റഗ്രൽ പ്രോട്ടീൻസ്. എന്താ ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്പിഡ് ബൈലെയേർഡ് സ്ട്രക്ചറിനിടയ്ക്ക് ഇതാ ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻ്റർകലേറ്റ് ചെയ്ത് കാണപ്പെടുന്ന പ്രോട്ടീൻസ് ആണ് എന്ത്? ഇൻ്റഗ്രൽ പ്രോട്ടീൻസ്. ഈ ഇൻ്റഗ്രൽ പ്രോട്ടീൻസിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് അക്രോസ് ദ മെംബ്രെയിൻ. നമ്മുടെ മെംബ്രെയിനിലൂടെയുള്ള മോളിക്യൂൾസിൻ്റെ ട്രാൻസ്പോർട്ടാണ് എന്തെന്ന് പറയുന്നത് ഈ ഇൻ്റഗ്രൽ പ്രോട്ടീൻ്റെ ഫങ്ഷൻ. ഈ ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് അറ്റാച്ച് ചെയ്തേക്കുന്ന അനുസരിച്ചിട്ട് ഈ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആയിട്ട് പറയാം. ഞാൻ നോക്കിക്കേ, ഒരു പാർട്ടിൽ അതായത് നമ്മുടെ ഹൈഡ്രോഫിലിക് ലിപ്പിഡ് ബൈലെയറിൻ്റെ ഒരു ഭാഗത്ത് മാത്രം അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന പ്രോട്ടീൻസ് ആണ് എന്തെന്ന് പറയുന്നത് മോണോടോപ്പിക് പ്രോട്ടീൻസ്. ഓക്കെ, മോണോടോപ്പിക് പ്രോട്ടീൻസ്. 2 ലിപ്പിഡ് ബൈലെയറിലും കാണുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഡൈടോപ്പിക് പ്രോട്ടീൻസ്. ഇത് ഒന്നിൽ കൂടുതൽ ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് പോളിടോപ്പിക് പ്രോട്ടീൻസ്. സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റഗ്രൽ പ്രോട്ടീൻസ്. ഫങ്ഷൻ വേറൊന്നുമില്ല, എന്താണ്? ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് അക്രോസ് ദ മെംബ്രെയിൻ. ഇതിൻ്റെ എക്സ്ട്രാക്ഷൻ എങ്ങനെയായിരിക്കും? ഇവിടെ ഈസി ആയിട്ട് നമ്മുടെ പെരിഫറൽ പ്രോട്ടീൻസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന കണക്ക് നമുക്ക് ഇൻ്റഗ്രൽ പ്രോട്ടീൻസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതായത് ഇറ്റ് ഈസ് ഇൻ്റർകലേറ്റഡ് ഇൻ ടു ദ മെംബ്രെയിൻസ് അല്ലെങ്കിൽ ലിപ്പിഡ് ബൈലെയറിൻ്റെ ഉള്ളിൽ ഇൻ്റർകലേറ്റ് ചെയ്ത് കാണപ്പെടുക. സോ ഇൻ്റർകലേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സോൾട്ട്, ഇഡിറ്റിയെ പോലുള്ള Mg2+ പോലെയുള്ള സോൾട്ട് വെച്ചിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്തേ പറ്റത്തുള്ളൂ? സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർജൻസ് യൂസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാം? ഈസ് ഓഫ് എക്സ്ട്രാക്ഷൻ നടത്താൻ. സോ എക്സ്ട്രാക്ഷൻ കുറച്ച് പാടായിട്ടുള്ള പ്രോട്ടീൻസ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻ്റഗ്രൽ പ്രോട്ടീൻസിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ്. അതായത് നമ്മുടെ പ്രോട്ടീൻസിൻ്റെ അതായത് നമ്മുടെ ലിപ്പിഡ് ബൈലെയറിൽ അഡ്ഹെയർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സ്പാൻ ചെയ്ത് കിടക്കുന്ന പ്രോട്ടീൻസ് ആണ്, സ്പാൻ ചെയ്ത് കിടക്കുന്ന ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആണ് എന്തെന്ന് പറയുന്നത് ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ്. ഓക്കെ, ഇതുപോലെ ഓക്കെ ഒന്നിൽ കുറേ ലിപ്പിഡ് ബൈലെയേഴ്സ് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നെങ്കിൽ ഇത് എന്താണ്? ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസാ. ഇതും എന്ത് തന്നെയാണ്? ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ്. അതായത് സ്പാൻഡ് ലിപ്പിഡ് മെംബ്രെയിൻ, ലിപ്പിഡ് മെംബ്രെയിനിൽ കാണപ്പെടുന്ന അഡ്ഹെയർ ചെയ്ത് കിടക്കുന്ന ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് തന്നെയാണ് എന്ത്? ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. സോ ഇതൊരു എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത് ഗ്ലൈക്കോസിഡിക് ബോൺസ് ടു ആഴ്സനിക് റെസിഡ്യൂസ്. അതായത് നോക്കിക്കേ, ഇവിടെ കണ്ടോ ഈ ലിപ്പിഡ് ബൈലെയറിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് പ്രോട്ടീൻസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഗ്ലൈക്കോപ്രോട്ടീൻസ്. ഗ്ലൈക്കോപ്രോട്ടീൻസും ഈ ലിപ്പിഡിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗ്ലൈക്കോലിപ്പിഡ്. ഈ പ്രോട്ടീനകത്ത് കാർബോഹൈഡ്രേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗ്ലൈക്കോപ്രോട്ടീൻസ്. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ മെംബ്രെയിൻ്റെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. ഇപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? ലിപ്പിഡ് ബൈലെയേർഡ് സ്ട്രക്ചർ ഉണ്ട്, നമ്മുടെ ഫോസ്ഫോലിപ്പിഡ് ബൈലെയേർഡ് അല്ലെങ്കിൽ ഗ്ലൈക്കോലിപ്പിഡോ ഫോസ്ഫോലിപ്പിഡോ ഡിഫറെൻറ്റ് ടൈപ്പ് ലിപ്പിഡ് ബൈലെയേർഡ് സ്ട്രക്ചർ ഉണ്ട്. അതിനകത്ത് പെരിഫറൽ പ്രോട്ടീൻസ് കാണും,
ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് കാണും. ഇൻ്റഗ്രലിൽ തന്നെ ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ് ഉണ്ട്. ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ് കൂടാതെ ഗ്ലൈക്കോലിപ്പിഡും കാർബോഹൈഡ്രേറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ് ഈസ് അറ്റാച്ച് ടു ദ ലിപ്പിഡ് ആണെങ്കിൽ ഗ്ലൈക്കോലിപ്പിഡ്, പ്രോട്ടീൻ ആണെങ്കിൽ ഗ്ലൈക്കോ പ്രോട്ടീൻ. ഓക്കെ, ഇതെന്താണ്? സ്റ്റിറോൾ കോമ്പൗണ്ട്സ്, നമ്മുടെ കൊളസ്ട്രോൾ കോമ്പൗണ്ട്സ് ആണെന്ത് ഇതെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലിപ്പിഡ് ആങ്കേർഡ് മെംബ്രെയിൻ പ്രോട്ടീൻസ്. എന്തായിരിക്കും ആ പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലേ? നമ്മുടെ ലിപ്പിഡിൽ അഡ്ഹെയർ ചെയ്ത് കാണപ്പെടുന്ന പ്രോട്ടീൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ്. ഇതും ഒന്നുമില്ല, ഇറ്റ് ഈസ് എ സ്വിച്ചിങ് ഡിവൈസ് ആണ്. ഓൾട്ടർ ദ അഫിനിറ്റി ഓഫ് പ്രോട്ടീൻ ഫോർ മെംബ്രെയിൻ, അതായത് സിഗ്നൽ ട്രാൻസ്ഡക്ഷന് സഹായിക്കുന്ന പ്രോട്ടീൻസ് ആണ്. സിഗ്നൽ ട്രാൻസ്ഡക്ഷന് സഹായിക്കുന്ന പ്രോട്ടീൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ലിപ്പിഡ് ആങ്കേർഡ് മെംബ്രെയിൻ പ്രോട്ടീൻസ്. ദീസ് ആർ ഓൾസോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ്. ഈ ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ഏത് ഇൻ്ററാക്ഷൻ വെച്ചിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്? ഹൈഡ്രജൻ ബോണ്ടിങ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ലിപ്പിഡ് ബൈലെയേർഡ് സ്ട്രക്ചറിൽ സ്പാൻ ചെയ്ത് കാണപ്പെടുന്ന പ്രോട്ടീൻസ് ആണ് ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ്. ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസിൽ ഏത് ഇൻ്ററാക്ഷൻ ആണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ്ററാക്ഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ലിപ്പിഡ് അതിനകത്തോട്ട് എന്ത് ചെയ്യുന്നത്? പ്രോട്ടീൻസ് ആങ്കേർഡ് ചെയ്ത് കാണപ്പെടുന്നത്. എക്സാമ്പിൾസ് ആണ് ഗ്ലൈക്കോഫോറിനെ, ബാക്ടീരിയോ റൊഡോപ്സിൻ, ഇതൊക്കെ സിഗ്നലിങ്ങിന് സഹായിക്കുന്നതാ. ബാക്ടീരിയോ റൊഡോപ്സിൻ, ഗ്ലൈക്കോഫോറിനെ, ഹാലോ ബാക്ടീരിയം, എ സോൾട്ട് ലവിംഗ് ബാക്ടീരിയ, പ്രോസ്റ്റാഗ്ലാൻഡിൻ H2 സിന്തേസ്. So these are the signaling compounds which act as a transmembrane proteins. That means it act as a lipid anchored proteins. ലിപ്പിഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്ന പ്രോട്ടീൻസ് ആണ് these transmembrane proteins.